നമ്മൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ FDTL ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റേഷൻ പരിഷ്കരണമാണ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി വരികയും ഇത്രയും കൂടുതൽ യാത്രക്കാരെ ദുരിതത്തിലേക്ക് തള്ളിവിടുകയും ചെയ്തത്. പക്ഷേ DGCAക്ക് ഒരു പരിധിവരെ DGCAക്ക് മറ്റ് ഒരു പോംവഴി ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ ജൂലൈ 1-ന് 15 ക്ലോസുകളോട് കൂടിയ പരിഷ്കരണം നിർബന്ധമായി നടപ്പിലാക്കണം എന്ന് ഏറ്റവും കൂടുതൽ കർശനമായ നിർദ്ദേശം നൽകപ്പെട്ട ഒരു കമ്പനിയായിരുന്നു ഇൻഡിഗോ. അത് രണ്ടാമത്തെ ഘട്ടമാണ് ഈ നവംബർ 1 മുതൽ അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കൂടി പരിഷ്കരിക്കേണ്ടത്. ഈ ഇൻഡിഗോ അല്ലെങ്കിൽ അതുപോലെയുള്ള ബജറ്റ് എയർലൈൻസൊക്കെ ടേൺ അറൗണ്ട് ടൈം, അതായത് ഒരു വിമാനം നമ്മുടെ കോഴിക്കോട്ടേക്ക് വന്ന് ബോംബെയിൽ നിന്ന് കോഴിക്കോടേക്ക് വന്ന് അത് തിരിച്ചു പോകുന്ന ടേൺ അറൗണ്ട് ടൈം എത്ര ചുരുക്കിയെടുക്കാൻ കഴിയുമോ അതായിരുന്നു അവരുടെ വിജയവും അവർക്ക് കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ കഴിയുക. അപ്പം ആ രൂപത്തിൽ ഇതൊരു ലീൻ മാനേജ്മെൻറ്റാണ്, പ്രൈവറ്റ് ലീൻ മാനേജ്മെൻറ്റാണ്. ഇന്ത്യയിൽ ഏതാണ്ട് ഒരു ദിവസം 6 മില്യണിൽ കൂടുതൽ ആൾക്കാർ ആഭ്യന്തര സർവീസ് നടത്തുന്നുണ്ട്. 3000 മുതൽ 4000 വിമാനങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ 60% ഇൻഡിഗോ ആണ്. പക്ഷേ ഇൻഡിഗോ ഇതുവരെ ചെയ്തിരിക്കുന്നത് ഈ പുതിയ നിയമപ്രകാരം റെസ്റ്റ് ടൈം 36 മണിക്കൂറിൽ ആണ് ഇവർ കൊടുത്തുകൊണ്ടിരുന്നെങ്കിൽ അത് 48 വേണമെന്ന് DGCA നിർബന്ധം ഷാഠ്യം പിടിച്ചു. കാരണം അത് നമ്മുടെ യാത്രക്കാരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി പൈലറ്റുമാരെ വളരെയധികം ഉന്മേഷവാന്മാരാക്കി ഉണർത്തി നിർത്തുക എന്നുള്ളതാണ്. അത് ഇൻഡിഗോക്ക് നേരത്തെ വളരെ ഷോർട്ടേജായ കുറച്ച് പൈലറ്റുമാരെ, അതായത് ഏതാണ്ട് 4000 പൈലറ്റ്, അത് പൈലറ്റ് ഒരു ഫ്ലൈറ്റിൽ 2 പൈലറ്റാണ് വേണ്ടത്, ഒന്ന് കമാൻഡ് ചെയ്യുന്ന പൈലറ്റും ഒന്ന് കോ പൈലറ്റും. അങ്ങനെ 4000 പൈലറ്റുമാരുള്ള ഇവർ ഈ പ്രസ്ഥാനം അവർ 36 മണിക്കൂർ മാത്രമാണ് ആഴ്ചയിൽ റെസ്റ്റ് ടൈം കൊടുത്തിരുന്നത്. ശരിക്കും റെസ്റ്റ് ടൈം വേണ്ടത് പുതിയ നിയമപ്രകാരം 48 മണിക്കൂറാണ്. അതായത് ഒരാഴ്ചയിൽ ഒരു വിമാനയാത്ര, ഒരു വിമാനം പറത്തിയതിന് ശേഷം മറ്റൊരു വിമാനത്തിൻ്റെ പറക്കുന്നതിനിടയിൽ ടോട്ടൽ ഒരു ആഴ്ച ഒരു പൈലറ്റ് എടുത്തിരിക്കേണ്ട സമയം റെസ്റ്റ് 48 മണിക്കൂറാണെന്നാണ് നിജപ്പെടുത്തിയത്. ഇത് വളരെയധികം അത്യാവശ്യമായൊരു കാര്യമാണ്. ഒരുപാട് പൈലറ്റുമാർ അതുപോലെ തന്നെ മറ്റുള്ള പലരും നമ്മുടെ അവരുടെ ഡ്രസ്സിലോ അവരുടെ മറ്റ് പുറത്ത് കാണുന്ന പകിട്ടിലോ കാര്യമില്ല. അതിൻ്റെ അകത്ത് അവർ വലിയ ഗുരുതരമായ പ്രതിസന്ധി അനുഭവിച്ചുകൊണ്ടാണ് ഈ ജീവനക്കാർ അതിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്രയും കൂടുതൽ പ്രഷർ കൊടുത്തുകൊണ്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ DGCAക്ക് വേറെ ഇതൊരു നമ്മുടെ നാട്ടിലെ 6 മില്യണോളം ആൾക്കാർക്ക് ഡെയിലി യാത്ര ചെയ്യുന്നതിൻ്റെ 60% കൺട്രോൾ ചെയ്യുന്ന ഒരു വിമാന കമ്പനി അവർ പിടിച്ച് നിർത്തിയിട്ട് നിങ്ങൾ ചെയ്യൂ എന്ന് പറയാൻ അവർക്ക് കഴിയില്ല. അത് കർശനമായ ഏതെങ്കിലും ഒരു മാർഗനിർദ്ദേശം വെച്ചുകൊണ്ട് തന്നെ മാൻഡേറ്ററി ആയിട്ട് അത് ചെയ്യുമ്പോൾ മാത്രമേ അത് ചെയ്യാൻ കഴിയുള്ളൂ. ഇതാണ് ഒരു കാര്യം. 6 നൈറ്റ് ലാൻഡിംഗ് ഒക്കെ ഇവർ ചെയ്യിച്ചിരുന്നു ഒരു പൈലറ്റിനെ കൊണ്ട്. അത് DGCA 2 കുറച്ചു. രാത്രി സമയത്തിൻ്റെ 12 മണിക്ക് ശേഷം 6 മണി വരെയുള്ള സമയം രാത്രി നൈറ്റ് ഡ്യൂട്ടി ആയിട്ട് കണക്കാക്കി. നേരത്തെ അവരങ്ങനെ കണക്കാക്കിയിട്ടില്ല. ഇതൊക്കെ കർശനമായ നിർദ്ദേശങ്ങൾ ഇത്രയും മാസങ്ങൾക്ക് മുമ്പേ കൊടുത്തതും 1-ാം ഘട്ടം നടപ്പിലാക്കാൻ പറഞ്ഞത് 2-ാം ഘട്ടം ഈ നവംബർ 1 മുതലാണ്. ഈ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അത്ര സ്ട്രിക്റ്റ് അല്ല എങ്കിൽ വ്യോമയാന യാത്ര വളരെ പ്രശ്നമാണ്, ഗുരുതരമായി. നമുക്ക് നമ്മുടെ നാട്ടിൽ അപകടങ്ങൾ പൊതുവെ കുറയാൻ കാരണം അവർ അത്രയും സ്ട്രിക്റ്റായി നിൽക്കുന്നതുകൊണ്ടാണ്. ഇത് 100% ഇൻഡിഗോ ഞാനും ഒരു വിമാന കമ്പനിയുടെ പ്രതിനിധിയായിട്ടുണ്ടായിരുന്നതാണ്. ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസിൻ്റെ കേരള മൊത്തം ഘടകത്തിൻ്റെ ചാർജ് ഉണ്ടായിരുന്നതാണ്. അന്ന് ഇന്ത്യൻ എയർലൈൻസ് വളരെ കാലം സമരത്തിൽ പോയതാണ്. അന്ന് ഇന്ത്യയിലെ ഏക വിമാനം ഈസ്റ്റ് വെസ്റ്റ് മാത്രമായിരുന്നു. ബോംബെയിൽ നിന്ന് നമ്മുടെ കാരിക്കലിലേക്കും തിരുവനന്തപുരത്തേക്കൊക്കെ ഡെയിലി 6-7 സർവീസ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രഷർ കൊടുത്തുകൊണ്ട് ചെയ്യുന്നൊരു സ്വഭാവം എയർലൈൻ മാനേജ്മെൻറ്റിനുണ്ട്. അതാണ് ഇപ്പോൾ തന്നെ നോക്കൂ, ഇപ്പോൾ ഒരുപാട് യാത്രക്കാരോട് എയർപോർട്ടിൽ ബോർഡിങ് ചെയ്ത് കൗണ്ടറിൽ ചെന്നിട്ട് ബോർഡിങ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ലഗേജൊക്കെ കൊടുത്തതിന് ശേഷമാണ് വിമാനം ക്യാൻസലായെന്ന് പറയുന്നു. പക്ഷെ അവർ ലഗേജ് തിരിച്ചു കിട്ടുന്നില്ല. നമ്മുടെയൊക്കെ ഒരു 170ഓളം യാത്രക്കാർ പല ഭാഗങ്ങളായിട്ട് ഇങ്ങനെ കുടുങ്ങി കിടക്കുകയാണ്. അവർക്ക് വേറെ വിമാനത്തിലേക്ക് വരണമെങ്കിൽ അവരുടെ ലഗേജ് പോലും തിരിച്ചു കിട്ടാത്തൊരവസ്ഥയാണ്. കാരണം ലഗേജിൻ്റെ കൂമ്പാരമാണ്. ആരുടെ ലഗേജാണ് എങ്ങനെയാണ് കണ്ടുപിടിക്കാതെ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് പറയുന്നു. പക്ഷെ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത്
ഇന്ന് നാളെ മുതൽ കാലിക്കറ്റൊക്കെ സർവീസ് ഒരുവിധമൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നുണ്ട്. ഏതാണ്ട് 75% അവർ ചെയ്യുമെന്നാണ് പറയുന്നത്. ഡിലേ ഉണ്ടാവും. അപ്പോൾ ഇത് നിർബന്ധമായി നടപ്പിലാക്കേണ്ടിയിരുന്ന പരിഷ്കരണമായിരുന്നു. ഇത് ഈ രൂപത്തിൽ നൈറ്റ് ലാൻഡിംഗ് ഒക്കെ അങ്ങനെ മാൻഡേറ്ററി ആയിട്ട് നടപ്പാക്കേണ്ട ഒരു പരിഷ്കരണം 2024 ഇൻഡ്യൂസ് ചെയ്തതാണ്, സമയം നീട്ടി നൽകിയതാണ്. എന്നിട്ടും അവർ നടപ്പാക്കുന്നില്ല എങ്കിൽ DGC എന്തെങ്കിലുമൊക്കെ പറയട്ടെ, ഞങ്ങൾക്ക് തോന്നിയ പോലെ ചെയ്യും എന്ന ഒരു ധാർഷ്ട്യം ഉണ്ട് അതിൽ. ആ ധാർഷ്ട്യം വരാൻ കാരണം എന്താണ്? മുമ്പ് ഇവിടെ സൂചിപ്പിച്ച പോലെ 65% വ്യോമയാന മേഖല അവരുടെ കയ്യിലാണ്. ഞങ്ങൾ നിലച്ചാൽ രാജ്യം നിശ്ചലമാകും, ഞങ്ങളെ തൊടാൻ നിങ്ങൾ ആളല്ല എന്ന ധാർഷ്ട്യമാണോ? തീർച്ചയായിട്ടും